ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വിശന്ന് ആഹാരം ചോദിക്കുമ്പം സെക്സ് കൊടുക്കുന്നതായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അത് എവിടെ നടന്നതെന്നൊക്കെ ന്യൂസ് കണ്ടതിന് ശേഷം ഞാൻ വന്ന് പറയാം. നിങ്ങൾ ഈ ന്യൂസ് ഒന്ന് കണ്ടു നോക്കിയേ. രക്ഷിതാക്കളോട് പിണങ്ങി ഈ മാസം 20-നാണ് മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയായ 16-കാരി വീട് വിട്ട് ഇറങ്ങിയത്. 21-ന് അർദ്ധരാത്രി പെൺകുട്ടി എത്തിപ്പെട്ടത് ഈ കോഴിക്കോട് ബീച്ചിൽ. അവിടെ വെച്ച് മയക്കുമരുന്ന് സംഘത്തിന്റെ കെണിയിൽപ്പെട്ടു. അവളെ കൊണ്ടുപോയത് കോഴിക്കോട്ട് ഒരു ഫ്ളാറ്റിലേക്കാണ്. അവിടെ വെച്ച് ക്രൂരമായ ലൈംഗിക പീഡനത്തിന് പെൺകുട്ടി ഇരയായി. 21 ഓക്കെ, അപ്പൊ ഇത് നടന്നത് നമ്മുടെ ഈ UP-യിലോ ഒറീസയിലോ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്താണെന്നൊന്നും വിചാരിച്ച് നമ്മൾ ആരും ആശ്വസിക്കരുത്. ഇത് നടന്നത് നമ്മുടെ കേരളത്തിലാണ്, നമ്മുടെ കോഴിക്കോട് നടന്ന സംഭവമാണ്. സംഭവം ഇത്രേ ഉള്ളൂ. 16 വയസ്സുള്ള ഒരു പെൺകുട്ടി തന്റെ മാതാപിതാക്കളോട് പിണങ്ങി വീട് വിട്ടിറങ്ങിയിട്ട് പെൺകുട്ടി വേറെ കാമുകന്മാരുടെ കൂടെ ഒന്നും പോയില്ല, ബീച്ചിൽ പോയിരുന്നു. അപ്പൊ അത് ഞാൻ ന്യായീകരിക്കുന്നില്ല, അതിലേക്ക് നമുക്ക് പിന്നെ വരാം. ബീച്ചിൽ പോയതിനു ശേഷം രാത്രി 12 മണിയായപ്പോൾ പെൺകുട്ടിക്ക് വിശന്നു കഴിഞ്ഞപ്പോൾ തൊട്ടടുത്തുള്ള ഒരാളോട് പോയി ആഹാരം ചോദിച്ചു. ആഹാരം കൊടുക്കുന്നതിന് പകരം ആ പെൺകുട്ടിയോട് ചെയ്ത ക്രൂരതയാണ് കേട്ടോ ഈ ന്യൂസിൽ മുഴുവൻ. ആ പെൺകുട്ടിയെ ഒരു കാറിൽ കൊണ്ടുപോയി ഒരു ഫ്ലാറ്റിൽ കൊണ്ടുപോയി 2 ആണുങ്ങൾക്ക് കൊണ്ടുപോയി കാഴ്ചവെച്ചു. അവന്മാര് പീഡിപ്പിച്ചു. ലാസ്റ്റ് അവസാനം പിറ്റേ ദിവസം ഉച്ചവരെ ഈ പീഡനം തുടർന്നു. ഉച്ചയായപ്പോൾ 4000 രൂപയും കൈ കൊടുത്ത് ആ ബീച്ചിൽ കൊണ്ടുപോയി വിട്ടു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ നാട്ടിലൊക്കെ എന്തോരം സേഫ്റ്റിയിലാണ് നമ്മുടെ നാട്ടിലെ ആളുകൾ ജീവിക്കുന്നത് എന്നുള്ള ഒരു കാര്യം. ഈ സേഫ്റ്റിയേക്കാളും കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ആളുകളുടെ മൈൻഡ് എത്രത്തോളം മാറിയിരിക്കുന്നു എന്നുള്ളൊരു കാര്യമല്ലേ. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, മുഴുവൻ കഞ്ചാവും പിന്നെ ഇപ്പം എന്താ പറയുന്നത് രാസലഹരികളൊക്കെയാണ്, അല്ലാതെ കുറഞ്ഞ നേരം കള്ളും അല്ലെങ്കിൽ ബ്രാൻഡിയൊന്നുമല്ല. ഇങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ സേഫ്റ്റി എപ്പോഴും അത് ഇപ്പം ഗവൺമെൻറ് ആണെങ്കിലും പോലീസുകാരൊക്കെ ആണെങ്കിലും ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ സേഫ്റ്റിയും നമ്മുടെ മക്കളുടെ സേഫ്റ്റിയും ഒക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണിത്. ഇനി ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന 2 കുറിച്ചാണ്. ഒന്ന് ഈ പെൺകുട്ടിയുടെ കാര്യവും, ഒന്ന് ഈ മയക്കുമരുന്ന് അല്ലെങ്കിൽ ഈ എത്തപ്പെട്ട ആളുകളുടെ കാര്യമാണ്. ഈ പെൺകുട്ടിയെ സംബന്ധിച്ച് 16 വയസ്സുള്ള ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒരു പ്രായപൂർത്തിയായിട്ടുള്ള പെൺകുട്ടിയാണ്. നമുക്ക് നന്മ ഏത് തിന്മ ഏത് എന്നൊക്കെ തിരിച്ചറിയാൻ പ്രായമുള്ള പെൺകുട്ടികളാണ്. പക്ഷേ പെൺകുട്ടികൾ തന്നെയല്ല, ആൺകുട്ടികളാണെങ്കിലും അതൊക്കെ നമുക്ക് തിരിച്ചറിയാനുള്ള കാലമായിരിക്കുന്നു 16 വയസ്സെന്ന് പറയുമ്പം. പണ്ട് കാലങ്ങളിൽ 16 വയസ്സെന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിന്റെ ഭാരം മുഴുവൻ താണ്ടി നടന്നിരുന്ന ഒരു കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് വളരെയധികം വിദ്യാഭ്യാസവും എല്ലാ സൗകര്യങ്ങളും കൊടുക്കുമ്പോൾ അവർക്ക് എന്ന് പറഞ്ഞാൽ ഒരു പ്രാക്ടിക്കൽ തിങ്കിങ് ഇല്ല. എല്ലാവർക്കും ഒരു ഇമോഷണൽ തിങ്കിങ് ആണ്. ഇമോഷന്റെ പുറത്ത് അവർക്ക് എന്ത് ചെയ്യണമെന്ന് തോന്നുന്നു. ഇപ്പോൾ സൂയിസൈഡ് ചെയ്യണോ, അല്ലെങ്കിൽ പേരൻസിനെ ഇട്ടിട്ട് പോകണോ, അല്ലെങ്കിൽ വേറെ ആളുടെ കൂടെ പോകണോ, ഇതൊക്കെ ഒരു ഇമോഷന്റെ പുറത്താണ് പല കുട്ടികളും ചെയ്യുന്നത്. ഒരു ഇമോഷണൽ ഹെൽത്ത് നമ്മുടെ ഇന്ന് വളർന്നു വരുന്ന ഒരു തലമുറയ്ക്കേ ഇല്ല. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെ വഴക്കിട്ട് പെൺകുട്ടികൾ ഇറങ്ങി പോകുമ്പോൾ ചിന്തിക്കുക, സ്വന്തം അച്ഛനമ്മമാർക്ക് അല്ലെങ്കിൽ കൂടപ്പറപ്പുകൾക്ക് അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന അത്രയും സംരക്ഷണവും സുരക്ഷിതത്വവും സുഖ സൗകര്യങ്ങളും നിങ്ങൾക്ക് ആരും തരാൻ പോകുന്നില്ല എന്നുള്ളൊരു കാര്യം ചിന്തിക്കുക. പെട്ടെന്ന് പെൺകുട്ടികൾ ചിന്തിക്കേണ്ട കാര്യം, പ്രത്യേകപ്പെട്ടിട്ട് പെൺകുട്ടികൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നാളെ ഒരാള് നിങ്ങൾ പുറത്തുള്ള ആരുമായിക്കോട്ടെ, അവര് ബേസിക്കലി വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ വളരെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നവരുണ്ട്. പക്ഷേ നിങ്ങൾ എത്തപ്പെടുന്നത് ഇങ്ങനെയുള്ള കാലന്മാരുടെ അടുത്തേക്കാണ് അല്ലെങ്കിൽ കാമഭ്രാന്തന്മാരുടെ അടുത്തേക്കാണെങ്കിൽ അവർക്കൊരിക്കലും നിങ്ങളുടെ സേഫ്റ്റി പ്രധാനപ്പെട്ട ഒരു കാര്യമല്ല എന്ന് ചിന്തിക്കുക. ഓക്കെ, അവർക്ക് അവരുടെ വികാരങ്ങളാണ്, അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് ആരെ കാണുമ്പോഴും തോന്നുന്ന ഒരു കാമം, അതാണ് വലുതെന്ന് ചിന്തിക്കുക. ദയവ് ചെയ്ത് പെൺകുട്ടികൾ ഈ വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ പിണങ്ങി ഇറങ്ങി പോകുമ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു വരാനുള്ള സ്പേസ് എപ്പോഴും നിങ്ങൾക്കുണ്ട്. ഇനി അത്യാവശ്യം നിങ്ങൾക്ക് അങ്ങനെ തിരിച്ചു വരാൻ വയ്യാത്തൊരു സാഹചര്യമാണെങ്കിൽ നിങ്ങൾ സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോവുക. ഈ ബീച്ചിലൊക്കെ പോയിരിക്കാതെ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒക്കെ പോയിരിക്കുക, 4 ആൾക്കാർ കൂടുന്ന സ്ഥലത്ത് പോയിരിക്കുക. ഓക്കെ, പിന്നെ ഇവന്മാരെ കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് അതിനകത്തൊന്നും പറയാനില്ല. ഓക്കെ, ഇങ്ങനെ എന്താ പറയുന്നത്, കുറച്ച് ആൾക്കാരുണ്ട് ഒരു പെൺകുട്ടി ഇങ്ങനെ തന്നെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ആക്രമിക്കാതെ ഒരു നോക്കുകൊണ്ട് പോലും തെറ്റായിട്ട് കാണാതെ അവർ ആ പെൺകുട്ടിയെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കും. അറ്റ്ലീസ്റ്റ് ഈ പെൺകുട്ടികളുടെ മാതാപിതാക്കളുടെ കയ്യിൽ എത്തിക്കാൻ പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ കുട്ടീനെ ഒരു പോലീസ് സ്റ്റേഷനിലെങ്കിലും എത്തിക്കാനോ അല്ലെങ്കിൽ പോലീസിനെ വിളിച്ചു പറയാനോ മര്യാദ കാണിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ നമുക്കുണ്ട്. അത് എന്തുകൊണ്ടാണ് അവരത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നല്ല അച്ഛനമ്മമാർ നല്ല രീതിയിൽ വളർത്തിയത് കൊണ്ടും അവരുടെ അച്ഛനമ്മമാരോട് അവർക്ക് സ്നേഹവും പിന്നെ അതുപോലെ തന്നെ കാരുണ്യം ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പം ചില നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന ഒരു സമ്പ്രദായം, എനിക്കൊരു ആങ്കൊച്ചുണ്ടായി, ഇനി ഞാൻ
വലിയൊരാളായി, അവനെ എങ്ങനെയെങ്കിലും വളർന്നോട്ടെ, പക്ഷെ പെൺപിള്ളേർ മാത്രം 6 മണിക്കുള്ളിൽ വീട്ടിൽ കയറിയാൽ മതി എന്നുള്ള രീതിയിൽ നമ്മുടെ ആൺകുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. ഇങ്ങനെയുള്ള മാതാപിതാക്കളുടെ ഒക്കെ ആ കുട്ടികൾ വളർന്നു വരുമ്പം അവർക്ക് കിട്ടുന്ന റിസൾട്ട് ഇതായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നാടിനും വീടിനും ഒന്നും കൊള്ളൂലാത്ത ഇങ്ങനെ കുറെ കാമഭ്രാന്തന്മാരുണ്ടാവും. പക്ഷെ വേറൊരു സെക്ഷൻ മാതാപിതാക്കളുണ്ട്, അവർക്ക് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവരുടെ മക്കൾ നന്നായിട്ട് വളർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സെക്ഷൻ ആൾക്കാരുണ്ട്. ഈ സെക്ഷൻ ആൾക്കാരുടെ മക്കളാണ് നല്ല രീതിയിൽ വളർന്നു വരുന്നത്. അങ്ങനെ ആരുടെങ്കിലും കയ്യിലായിരുന്നു ഈ പെൺകുട്ടി ചെന്നപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പെൺകുട്ടിയെ തെറ്റും ശരിയും പറഞ്ഞ് മനസ്സിലാക്കി, ഈ പെൺകുട്ടിയുടെ കയ്യിൽ നിന്നുണ്ടായിരുന്ന ഫോൾട്ട് മനസ്സിലാക്കി ആ പെൺകുട്ടിയെ മാതാപിതാക്കളെ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഒരു പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി, ഒരു സാമാന്യ മര്യാദ ഈ ആൾക്കാർ കാണിച്ചു തരും. അതിന് പകരം ഈ പെൺകുട്ടിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നത് വലിയ വലിയ പ്രശ്നങ്ങളാണ്. എന്താ പറയുന്നത് 3-4 പേര് കൂടി പീഡിപ്പിക്കുക, അതൊരു ഓവർ നൈറ്റ് ഒരു ഇറച്ചി കഷ്ണം കടിച്ച് കീറുന്ന പോലെ ഈ പെൺകുട്ടിയെ ഫ്ലാറ്റിലിട്ട് കടിച്ച് കീറി അവന്മാരുടെ കാമങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ 4000 രൂപ കൊടുത്തു. എന്തിനാ 4000 രൂപ കൊടുത്തത്? ഇവന്മാരൊരു രാത്രി മുഴുവൻ ആ പെൺകുട്ടിയെ ഉപയോഗിച്ചതിനുള്ള കൂലിയാണോ കൊടുത്തത്? ആഹാരം ചോദിക്കുന്ന ഒരു വ്യക്തിയോട്, ഒരു മനുഷ്യനോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാമഭ്രാന്തന്മാരുണ്ട് നമ്മുടെ കേരളത്തിൽ. അത് മറ്റ് സ്ഥലങ്ങളിൽ സംഭവിക്കുന്ന പോലെ തന്നെ ഇവിടെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ മറ്റ് സ്ഥലങ്ങളിൽ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ഒരു നേരത്തെ ആഹാരം കൊടുക്കുമ്പം അതിനെ കൊണ്ടുപോയി മയക്കുമരുന്നും കൊടുത്ത് സുഖമായിട്ട് അങ്ങ് പീഡിപ്പിക്കുക. ഓക്കെ, അപ്പം ഇങ്ങനെ കുറേ കാലന്മാരുണ്ട്. ഇങ്ങനെ കുറേ കാലന്മാരെ കുറേ മാതാപിതാക്കൾ കൂടി വളർത്തിയെടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇവന്മാരെയൊന്നും ശരിയാക്കാൻ പറ്റില്ല ഒരിക്കലും. കാരണം ഇവന്മാരൊക്കെ വളർന്ന് പന്തലിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇവരുടെയൊക്കെ ഹൃദയങ്ങളിൽ ഒരു നന്മയോ ഒരു കാരുണ്യമോ ഒന്നുമില്ലാതെയായിരിക്കുന്നു. പക്ഷെ അറ്റ്ലീസ്റ്റ് ഈ വളർന്നു വരുന്ന ആൺകുട്ടികളെങ്കിലും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. അമ്മ ഏതാ, പെങ്ങളേതാ, ഭാര്യ ഏതാ, ഒരു പെണ്ണിനെ എപ്പോഴാണ് ഒരു കാമത്തോടു കൂടി നോക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ മെയിനായിട്ട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതും ധാർമ്മിക ബോധം വളർത്തേണ്ടതും നമ്മുടെ മാതാപിതാക്കളുടെ ഉത്തരവാദിത്തം മാത്രമാണ്. എപ്പോഴും ആലോചിക്കുക, മാതാപിതാക്കൾ എന്ത് ചെയ്യുന്നുവോ അതാണ് മക്കൾ ചെയ്യത്തുള്ളൂ. അതെപ്പോഴും ആലോചിക്കുക. നമ്മുടെ മാതാപിതാക്കൾ എങ്ങനെയാണ് അവർക്ക് ഫൗണ്ടേഷൻ കൊടുക്കുന്നത് അവരുടെ ലൈഫിൽ, അതാണ് അവരുടെ ജീവിതത്തിൽ വലുതാവുമ്പോൾ, അതായത് അവരുടെ മരണം വരെ, അതായത് ഈ ചുട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്ന പോലെയാണ് എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് പെൺകുട്ടികളെ വളർത്തുന്ന മാതാപിതാക്കളെക്കാൾ കൂടുതൽ ആൺകുട്ടികളെ നല്ല രീതിയിൽ വളർത്തുക. പെൺകുട്ടികളെ നല്ല രീതിയിൽ വളർത്തേണ്ട ആവശ്യകത വളരെയുണ്ട്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, ഇറങ്ങിയൊരു പോക്കാണ്. അപ്പോൾ തോന്നുന്ന ഇമോഷൻ്റെ പുറത്ത് അങ്ങ് പോകും. പിന്നെ ജീവിതത്തിൽ നമുക്ക് മരണം വരെ അനുഭവിക്കാനുള്ള വേദനയാണ് പല ഇൻസിഡൻറ്റുകളും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ അതൊക്കെ ചിന്തിച്ചിട്ട് മനസ്സിലാക്കി എന്താ പറയുന്നത് നമ്മൾ ജീവിക്കുക. പുറത്ത് നിങ്ങൾക്ക് സേഫ്റ്റി ഇല്ല. കാരണം നമ്മുടെ നിയമപാലകരും ഒക്കെ ചില സമയത്തൊക്കെ നമുക്ക് തീരാനാവാത്ത നഷ്ടം സംഭവിച്ചു കഴിയുമ്പം അതിന് പിന്നെ കുറേ ആൾക്കാരെ പിടിക്കാൻ ഇറങ്ങിയിട്ടൊന്നും കാര്യമില്ല. അതായത് നമ്മുടെ ലൈഫിൽ നമുക്ക് സംഭവിക്കാനുള്ളത് സംഭവിച്ചു കഴിഞ്ഞു. ഇനി അതൊരിക്കലും റിപ്പയർ ചെയ്ത് പഴയ പോലെ ആക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ലോസ് നമ്മുടെ ആരുടെയും ലൈഫിൽ ഉണ്ടാകാതിരിക്കട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.